നമസ്കാരം. വിശുദ്ധരായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിനമായ ഇന്ന് ലിയോ 14 പാപ്പ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഉൾപ്പെടെ 54 മെത്രാപ്പൊലീത്തമാർക്ക് പാലിയം നൽകി. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന ആഘോഷകരമായ തിരുനാൾ കുർബാന മധ്യയായിരുന്നു ലിയോ 14 മാർപ്പാപ്പയിൽ നിന്ന് 3 ഭാരതീയർ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യക്കാരായ മെത്രാന്മാർ പാലിയം സ്വീകരിച്ചത്. പപ്പായുമായുള്ള കൂട്ടായ്മയുടെയും അജപാലന ശുശ്രൂഷയുടെയും അധികാര ഉത്തരവാദിത്തങ്ങളുടെയും സമാധാനവും ഐക്യവും ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിബദ്ധതയുടെയും അടയാളമായി ധരിക്കുന്നതും ഇരു തോളുകളിലൂടെ കഴുത്ത് ചുറ്റി നെഞ്ചിന്റെ മധ്യത്തിലൂടെ പിന്നോട്ടും മുമ്പോട്ടും നീണ്ടുകിടക്കുന്നതും കുരിശുകളുള്ളതും ആട്ടിൻ രോമത്താൽ നിർമ്മിതവുമാണ് പാലിയം. മെട്രോപൊളിറ്റൻ മെത്രാന്മാർക്ക് തങ്ങളുടെ സഭാധികാര പരിധിയിലുള്ള മറ്റു സാമന്ത രൂപതകളുടെ മേലുള്ള അധികാരത്തിന്റെ അടയാളം കൂടിയാണ് പാലിയം. കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, ബോംബെ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോൺ റോഡ്രിഗസ്, വിശാഖപട്ടണം അതിരൂപത ആർച്ച് ബിഷപ്പ് എന്നിവരാണ് ഇന്ത്യയിൽ നിന്നും പാലിയം സ്വീകരിച്ചവർ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ദിവ്യബലി ആരംഭിച്ചത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കേറ്റിന്റെ പ്രതിനിധി സംഘവും ഈ തിരുനാൾ കുർബാനയിൽ പങ്കെടുത്തു. ജൂൺ 29 പുതിയ മെത്രാപ്പൊലീത്തമാർക്ക് പാപ്പ പാലിയം ആശീർവദിച്ച് അണിയിക്കുകയായിരുന്നു. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് പ്രാദേശിക സഭകളുമായി ഐക്യപ്പെടുന്നതിനായി 2015 മുതൽ പുതിയ മെത്രാപ്പൊലീത്തമാർ പാലിയം സ്വീകരിക്കുന്നത് അവരുടെ സ്വന്തം അതിരൂപതകളിലായിരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിച്ചിരുന്നു. വെഞ്ചിരിപ്പും കൈമാറ്റവും മാത്രമാണ് ജൂൺ 29 നടന്നിരുന്നത്. പിന്നീട് മറ്റൊരു ദിവസം അതാത് അതിരൂപതകളിൽ അപ്പസ്തോലിക് ന്യൂൻഷോ പാലിയം ധരിപ്പിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാ ചടങ്ങും വത്തിക്കാനിൽ ഒരു ദിവസം തന്നെ നടത്തുവാനായിരുന്നു ലിയോ 14 മാർപ്പാപ്പയുടെ തീരുമാനം. പ്രഥമ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിന്റെ പരമാധികാരത്തിൽ സഭയിലെ പുതിയ മെത്രാപ്പൊലീത്തമാരുടെ പങ്കുചേരലും സഭാതലവനായ പാപ്പായോടുള്ള വിധേയത്വവുമാണ് പാലിയം അണിയിക്കലിലൂടെ പ്രതീകാത്മകമായി പ്രഖ്യാപിക്കപ്പെടുന്നത്.